കന്നുകാലി കർഷകർ പ്രധാനമായും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മഴക്കാലത്ത് വളം ഉണക്കാൻ കഴിയില്ല എന്ന ഒരു സംഗതി. അതിന് ശാശ്വതമായൊരു പരിഹാരമാണ് നമ്മുടെ കീഴുറുമ്പിലുള്ള ഒരു കർഷകൻ ഇവിടെ ചെയ്തു കാണിക്കുന്നത്. അത് എന്തെന്നാൽ ആദ്യം ഒരു 1/2 മീറ്റർ ഹൈറ്റുള്ളൊരു തറ കിട്ടും. ആ തറയുടെ ചുറ്റുഭാഗം ഓരോ വെട്ടുകല്ല് പടവ് ചെയ്യും. അതിൻ്റെ ഉള്ളിലേക്ക് വളമിടുന്നതാണ് പച്ചവളം. ഒരു ഭാഗത്ത് പച്ചവളം ഇട്ടുകൊണ്ടിരിക്കും, മറ്റേ ഭാഗത്ത് ഇളക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ മുകളിൽ സോളാർ ഷീറ്റ് വിരിക്കും, ചെരിച്ച് കിട്ടും. ഒരു പുര കിട്ടുന്നത് പോലെ സോളാർ ഷീറ്റ് കിട്ടും. ഒരിക്കലും വെള്ളം ഉള്ളിലേക്ക് കടക്കത്തക്ക രൂപത്തിൽ ആ സോളാർ ഷീറ്റ് കിട്ടും. ഈ സോളാർ ഷീറ്റിൻ്റെ ഒരു പ്രത്യേകത, അത് ഏത് കാലത്തും മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം അതിൻ്റെ ഉള്ളിൽ വളരെയധികം ചൂടാണ്. ചൂടിനെ അത് ആഗിരണം ചെയ്ത് ഉള്ളിലേക്ക് കടത്തി വിടുന്നു എന്നതാണ് ഈ സോളാർ ഷീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോളാർ ഷീറ്റ് വളരെയധികം വില കൂടുതലാണ്. അതിൻ്റെ മനോഹരമായ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതുപോലെ തറ ഹൈറ്റിൽ കെട്ടുക. തറ ഹൈറ്റിൽ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 മീറ്ററോളം ഹൈറ്റിൽ കെട്ടിയതിന് ശേഷം ഒരു ഭാഗത്ത് വളമിടുക. എന്നിട്ട് ആ വളം മറുവശത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നതിന് ശേഷം ഇതുപോലെ സോളാർ ഷീറ്റ് കെട്ടുക. പല സമയത്തും പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മുടെ റബ്ബർ ഉണക്കാനും അതേപോലെ നമ്മുടെ വിറക് ഉണക്കാനും മറ്റും ഈ സോളാർ ഷീറ്റ് വ്യാപകമായി ഉപയോഗിക്കുന്നു. കൂടുതൽ അടക്ക ഉപയോഗിക്കാനാണ് ഉപയോഗിക്കുന്നത്. അടക്ക ഉണക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോളാർ ഷീറ്റിന് വളരെ വില കൂടുതലാണ്. ഇതുപോലെ ഒരു വീട് പോലെ കെട്ടുക. ഒരിക്കലും വെള്ളം ഉള്ളിലേക്ക് കടക്കരുത്. കെട്ടിയതിന് ശേഷം ഇതേപോലെ പച്ച ചാണകം നിക്ഷേപിക്കുക. ഏത് മഴ പെയ്യുന്ന സമയത്തും ഈ ചാണകം ഉണങ്ങി കിട്ടുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് പല സ്ഥലത്തും പല കർഷകർക്കും ഇത് അറിയുന്നില്ല. ഇതൊക്കെ പച്ച ചാണകമാണ്. ആ ഭാഗത്താണ് ഉണങ്ങിയത്. അതുകൊണ്ട് ഒരു ഭാഗത്തുനിന്ന് വളരെയധികം ചാണകം ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും ചാണകം നിങ്ങളുടെ കാലിത്തൊഴുത്തിലുള്ള കുഴിയിൽ നിക്ഷേപിക്കരുത്. കാരണം അതിൽ കൊതുകും മറ്റും മുട്ടയിട്ട് നമ്മുടെ കാലികൾക്ക് ദോഷകരമാകുന്ന പ്രാണികളെ ഉണ്ടാക്കുന്നതാണ്. അത് കാലികൾക്ക് വളരെയധികം ദോഷം ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. അതുകൊണ്ട് ഏത് മഴക്കാലത്തും നിങ്ങളുടെ വളം സുരക്ഷിതമായി ഉണങ്ങി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ആവശ്യാനുസരണം നിങ്ങൾക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ നിങ്ങൾക്ക് വളം സെയിൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ കർഷകരായ നമ്മുടെ പശു കർഷകർ മറ്റ് കാലി കർഷകർ എല്ലാം തന്നെ ഈ ഒരു ടെക്നോളജി നിങ്ങൾക്ക് അനുകരിക്കാവുന്നതാണ്. ഓക്കെ, ആദ്യം തറ കെട്ടി അതിൻ്റെ മുകളിൽ ഇതുപോലെ സോളാർ ഷീറ്റ് വിരിക്കുക. സൈഡിൽ ചെരിച്ച് വേണം വിരിക്കാൻ. ഒരിക്കലും ഉള്ളിൽ വെള്ളം കയറരുത്. അതേപോലെ തന്നെ ചാണകം നിരത്തിയിടുക. നിരത്തിയിട്ടതിന് ശേഷം ഇത് ഒരു ഭാഗത്തു നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടുന്നതാണ്. ഇത് ചൂട് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയുകയില്ല എന്നതാണ് വെയിലുള്ള സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറിയ ആളുകൾ പറയുന്നത്. അത്രക്കും വളരെ ഹീറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഈ സോളാർ ഷീറ്റ് വളരെ നമ്മുടെ വ്യാപകമായി നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഓക്കെ.